ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അതിന് ശേഷം ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ഇടുന്ന ഫസ്റ്റ് വ്ളോഗാണ്. അത് മാത്രമല്ല ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറച്ച് സർപ്രൈസുകളും അതേപോലെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മാൻ്റെ ബർത്ത്ഡേക്കുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. ചെറിയൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പർദ്ദയും മാക്സിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അന്ന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് കരുതി കുട്ടികളുടെ കയ്യിലൊക്കെ ഓരോ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് അതൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഒരു 2 ദിവസത്തെ വ്ളോഗ് ആണ് ഇത്. ബർത്ത്ഡേക്കുള്ള ഷോപ്പിങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ അന്നത്തെ വീഡിയോയും കൂടി ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വർഷത്തെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ വലിയ പരിപാടിയായിട്ട് കഴിക്കാനൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം, മക്കളെല്ലാവരും കൂടി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പുറത്തുനിന്ന് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ ബർത്ത്ഡേ മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഇതുവരെ ഉമ്മാടെ ഇപ്പാടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ബർത്ത്ഡേക്ക് ഇതേപോലെ ചെറിയ ഗിഫ്റ്റോ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ഫാമിലിയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പർദ്ദ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിയാണ്. നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പോൾ കുറച്ച് മാക്സികൾ എടുക്കുന്നുണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു 4 മാക്സി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാക്സി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മാക്സിയും അതിലേക്കുള്ള ഷാളും എടുത്ത്, പിന്നെ ഇനി എടുക്കുന്നത് ഉപ്പാക്കുള്ളതാണ്. ഉമ്മയുടെ ബർത്ത്ഡേ ആണെങ്കിലും അയക്കുകൂടെ ഉപ്പാക്കും കൂടി കൊടുക്കുമ്പോൾ അതൊരു രസമല്ലേ എന്ന് കരുതി. അപ്പോൾ ഇപ്പാക്ക് ഒരു ഷർട്ടും തുണിയും പിന്നെ ഇന്നർ വെയറുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പാക്കും ഇവിടുന്ന് എടുത്ത്. അങ്ങനെ മക്കളെ മാക്സിമം ഇപ്പാക്കുള്ള തുണി ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് അവർക്ക് 2 പേർക്കും ഒരു കൂട്ടി ചെരുപ്പ് എടുക്കണം. അതിന് വേണ്ടി വന്നിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം ഒന്നും കുഴപ്പമില്ലാത്ത ചെരുപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ ഇടുന്നത് ഇതേ ടൈപ്പിലുള്ളതല്ല. അമ്മ എപ്പോഴും ഒരേപോലത്തെ ചെരുപ്പാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുന്നതും അതേപോലെ ഉള്ളതാവണമല്ലോ, എന്നാലല്ലേ പിന്നീട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത കാര്യമല്ല, അവർ ഉപയോഗിക്കണത് എങ്ങനത്തെയാണോ അതേപോലത്തെ എടുത്തെടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാണ് കേട്ടോ എടുത്തത്. ഈ ഒരു ടൈപ്പിലുള്ള ചെരുപ്പാണ് അധികം യൂസ് ചെയ്യാറ്. പിന്നെ ഇപ്പാക്ക് ഈ ഒരു ടൈപ്പിലുള്ളതും എടുത്തു. അങ്ങനെ അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ആ ഒരു ഷോപ്പിംഗ്. ഇനി കിട്ടാനുള്ളത് ഇപ്പാക്കെടുത്തത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇനി കിട്ടാനുള്ളത് ഉമ്മാക്കുള്ള പർദ്ദയാണ്. അപ്പോൾ പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറി. പിന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല അടിപൊളി പർദ്ദകളുണ്ട് കേട്ടോ. ഈ ഒരു പെരിന്തൽമണ്ണ ഏരിയ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കി നോക്കുക. പിന്നെ ഈ പർദ്ദയുടെ ഷോപ്പ് വരുന്നത് ചമയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഹിസ അബായ എന്നാണ് പേര്. അപ്പോൾ ഈ അടുത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി പർദ്ദകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കരുതിയ പോലെയുള്ള ഒരു പർദ്ദ എടുത്തു. അപ്പോൾ കുറച്ച് കളക്ഷൻസൊക്കെ ഞാൻ ഇതിൽ കൂടെ തന്നെ കാണിച്ചു തരാം.
നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പർദ്ദ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അബായസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നല്ല ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വന്നപ്പോൾ കരുതിയ പോലത്തെ ഒരു അബായ കിട്ടി. അതിലേക്ക് ഒരു ഷോളും എടുത്തു. അങ്ങനെ ഇനി ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളൊരു ഇഷ്ടത്തിന് എടുത്തു. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് മാറ്റിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരു അബായും ഒരു ഷാളും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടോ. ഹിസ അബായ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ചമയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. അത്രയൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നേരെ താത്താൻ്റെ വീട്ടിലാണ് കൊണ്ടുപോയി വെച്ചത്. കാരണം വീട്ടിലേക്ക് നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസൊക്കെ പൊളിയല്ലോ. അപ്പോൾ പിന്നെ താത്താൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മൾ കാണുന്നത് ബർത്ത്ഡേൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. രണ്ട് വ്ളോഗാക്കാൻ മാത്രം ഇല്ല. അപ്പോൾ പിന്നെ രണ്ടും കൂടി ഒന്നിൽ തന്നെ മിക്സ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇമ്മപ്പം ഉള്ളത് തറവാട്ടിലാണ്, അപ്പുറത്തെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് ഇവിടേക്കാണ് ഗിഫ്റ്റുകൾ കൊടുന്ന് റൂമിലൊക്കെ വെച്ച് പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഫുഡ് വരുന്നത് അപ്പുറത്തെ വീട്ടിലേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്, ഫുഡ് വരുന്നതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ കരുതി. പിന്നെ ഉമ്മാനോട് പറഞ്ഞിരുന്നു എല്ലാവരും അന്ന് വരും, അപ്പോൾ ഫുഡ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊന്നും അറിയില്ല. ഇത്രയും ഗിഫ്റ്റ് മേടിച്ചു തന്നതും ഇവിടെ കേക്ക് മേടിക്കണതും ഇവിടെ സെറ്റ് ചെയ്യണതും ഒന്നും അറിയില്ല. അമ്മക്കറിയാം ബർത്ത്ഡേ അല്ലേ, എല്ലാവരും വരും, ഫുഡൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, അത് എന്തെങ്കിലും ഒരു പർദ്ദ ഒരു മാക്സി അത്രയുള്ള പ്രതീക്ഷിച്ചിട്ട് അല്ല ഇങ്ങനെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ച് വെച്ചിരുന്നതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം ഇപ്പാനെയും വിളിക്കാമെന്നാണ് കരുതിയത്. ഇപ്പാക്ക് പിന്നെ ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു. കാരണം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പുറത്ത് പോകുമ്പോൾ ഇപ്പാനോട് സത്യം പറഞ്ഞിട്ട് പോകണമല്ലോ. അതുകൊണ്ട് ഇപ്പാനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ആദ്യം ചെറിയൊരു സൂചനയൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ എത്രയും സാധനം വാങ്ങിയിരുന്നു ഇങ്ങനെയൊന്നും അറിയില്ല. എന്നാലും ചെറുതായിട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കാര്യം ഇപ്പാക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാതും സെറ്റാക്കി വെക്കുകയാണ്. തുറന്നു വരുന്ന വീഡിയോ എടുക്കാനാണ് പറഞ്ഞേ. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സമയത്ത് ആ ബോഡിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കേക്ക് മുറിക്കുക അങ്ങനെയൊക്കെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ സെറ്റാക്കാൻ വന്ന സമയത്ത് കുട്ടികളും എല്ലാവരും പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ അവിടെ ആരും കാണാത്തതുകൊണ്ട് പിന്നെ അമ്മ അവിടെ അന്വേഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഇനി കൂടുതൽ നേരെ നിന്ന പിന്നെ സർപ്രൈസൊക്കെ പൊളിന്ന് കരുതിയാണ്ട് പിന്നെ ആദ്യം കേക്കൊക്കെ കട്ട് ചെയ്ത് ഒക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ അമ്മാനെ വിളിച്ചു കൊടുന്നു. ഉമ്മന്റെ അടുത്ത് പോയിരുന്നോ? ഇപ്പൊ എടുക്കും പോയിരുന്നോ? കേക്ക് അരക്കിടാണ് കേക്കല്ലേ ഒന്ന് വീഡിയോ അടിച്ചോക്കെ ആരെങ്കിലും ഉണ്ടോന്ന് ഒരു മിനിറ്റാ വീഡിയോ എടുക്കാൻ
മുറിച്ചല്ലേ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും ഗിഫ്റ്റും കൊടുത്ത് എല്ലാവരുടെ ഗിഫ്റ്റും അൺബോക്സ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ ഫുഡ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രം വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് അതോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതും ഇതിനിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ് കേട്ടോ ഇതൊന്നും പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഉള്ള ദിവസമാണ് വീട്ടിൽ. ബർത്ത്ഡേ വരുന്നത് ഒരു ശനിയാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവരും ഫ്രീ ആണ്. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. അസർ ബാങ്ക് കൊടുക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എറണാകുളം വരെ പോകാമെന്ന് കരുതി വെറുതെ ഒരു ഡ്രൈവ്, എല്ലാവരും കൂടി വെറുതെ ഒരു ഡ്രൈവ് അത്രമാത്രം ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ അവിടുത്തെ ഒന്നും കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല, കാരണം അത്രയും ലേറ്റ് ആയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ എത്തിയത് ഒരു 10 മണി 10:30 കഴിക്കണം. അങ്ങനെ മറൈൻ ഡ്രൈവ് വെറുതെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് നടന്നു. പിന്നെ ഫുഡ് കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. പിന്നെ പിറ്റേ ദിവസം ഒരു 6 മണിയൊക്കെ 6 മണി 6:30 ആയപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരിക്കണം കേട്ടോ. അവിടെ നിന്നിട്ടൊന്നുമില്ല. മറൈൻ ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങി അതേപോലെ വണ്ടിയിൽ കയറി പോന്നു. അത്രമാത്രം. എല്ലാവരും കൂടി ഉള്ളൊരു ദിവസം വെറുതെ ഒരു ഡ്രൈവ് അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ചെറിയൊരു സന്തോഷം, വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ചെറിയൊരു സന്തോഷം അത്രമാത്രം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് കാണാം. നിങ്ങളൊന്നും ഉണ്ടായിരുന്നോ? ഗ്യാരണ്ടിയാ. ഞാൻ ചാടാനോ? അവയെല്ലാം മനസ്സിൽ വെച്ചോ. ഒന്നും കൂടി ആ പൊട്ടിച്ച് നീ കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് വരുന്നു. എവിടെ വരുന്നത്? ഞാനും അടക്കം വന്നിട്ടില്ല.